സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ള 5 ഐഷാഡോ പാലറ്റ്സ്, 500 റുപ്പീസിനെക്കാട്ടിലും താഴെയുള്ള 5 ഐഷാഡോ പാലറ്റ്സ് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. എല്ലാം വെവ്വേറെ ബ്രാൻഡ് എന്നുള്ളതാണ്, എല്ലാം ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവറി ഡേ യൂസിന് പറ്റിയിട്ടുള്ള ഷെയ്ഡ്സ് ഉള്ളതാണ്. എന്നാൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാനും പറ്റിയിട്ടുള്ള ഐഷാഡോ പാലറ്റ്സ് ആണ് കേട്ടോ. അതിന് പറ്റിയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടി ബ്രാൻഡ് ആസ് സച്ച് തന്നെ നമുക്കറിയാം, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉള്ള ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, അങ്ങനെ എനിക്ക് മോശം തോന്നിയിട്ടില്ല കേട്ടോ. ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് കൺസീലർ, അഫോർഡബിൾ റേഞ്ചിലുള്ള എൻ്റെ ഫേവറേറ്റ് കൺസീലർ സ്വിസ് ബ്യൂട്ടി ബ്രാൻഡ് എന്നുള്ളതാണ്. കാരണം എടുത്തു വരേണ്ടത് എനിക്ക് പറ്റിയ ഷെയ്ഡ് കിട്ടി എന്നുള്ളതാണ്. യൂഷ്വലി എനിക്ക് പറ്റിയ ഷെയ്ഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരുവിധം എല്ലാ വീഡിയോസിലും മേക്കപ്പ് വീഡിയോസിൽ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു മെബ്ലിന്റെ ഈ ജുവൈൻ കൺസീലർ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ അൾട്ടിമേറ്റ് ഐഷാഡോ പാലറ്റിൽ ഡിഫറെന്റ് ഷെയ്ഡ്സിൽ വരുന്നതുണ്ട്. ഇത് 06 ആണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത്. 01 മുതൽ 09 വരെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമുക്ക് നോക്കാം, അതിൽ ഷെയ്ഡ്സ് നോക്കിയിട്ട് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് നോക്കിയിട്ട് ഒരു ബിഗിനറിനെ പറ്റിയിട്ടുള്ള ഷെയ്ഡായിട്ട് തോന്നിയത് 06 ആണ്. പക്ഷെ അങ്ങനെ ഉറപ്പിച്ച് പറയാനും വയ്യ കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ നോക്കിയത് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടോ, അതേപോലെ ക്രീസിന് പറ്റിയിട്ടുള്ള ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടോ എന്ന് ഒക്കെ ഉള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത്. പിന്നെ ലിഡിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ ഗോൾഡൻ ഷെയ്ഡ് ആയിരിക്കും നമ്മൾ കൂടുതൽ ലിഡിൽ ഇട്ടുണ്ടാവുക. പക്ഷെ അതിന് മിക്കവാറും നമ്മുടെ കയ്യിൽ ഹൈലൈറ്റർ ഉണ്ടല്ലോ, അത് റീപ്ലേസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ബ്രൗണും ന്യൂട്രൽസും മാറ്റും അതേപോലെ ഒരു ഷിമ്മർ ഷെയ്ഡും ഉള്ള രീതിയിലുള്ളത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെയ്ഡ് എടുത്തിട്ട്, ഈ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ഇതാ ക്രീസിന്റെ അവിടെ ഇടാവുന്നതാണ്. ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണേഴ്സിൽ ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബേസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രൗണോ അല്ലെങ്കിൽ ഈ ലൈറ്റ് ഷെയ്ഡോ കണ്ണിന്റെ മീതെ, അതായത് ലിഡ്സിന്റെ ഭാഗത്ത് ഇട്ടതിന് ശേഷം അതിന്റെ മീതെ ഈ ഷിമ്മർ ഷെയ്ഡും കൂടി ഇടുകയാണെങ്കിൽ ഒരു നല്ല ഒരു ഐഷാഡോ ലുക്ക് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇനി ഒരു എവറിഡേ ലുക്ക് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഈ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് അതല്ലെങ്കിൽ ഈ ലൈറ്റ് മാറ്റ് ഷെയ്ഡ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു ഷീൻ ഓഫ് കളറിന് വേണ്ടിയിട്ട് ഭയങ്കര നല്ലതായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്കിത് എവറിഡേ യൂസിനൊക്കെ പറ്റിയിട്ടില്ല. ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് കോൺടോർ ചെയ്യാനും പറ്റും കേട്ടോ. ആ രീതിയിലാണ് ഞാൻ ബ്രൗൺ എടുത്തത്. കണ്ടോ, നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആണ്. ഇനി ഇത് മാച്ചെടുക്കണല്ലോ ദൈവമേ. ഓക്കെ, മാച്ചെടുക്കട്ടെ കേട്ടോ. നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ലാസ്റ്റിംഗും ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ കളർ പേ ഓഫും അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ഇതും ഒക്കെ നല്ലതാണ്. ഗോൾഡൻ ഷെയ്ഡിലുള്ളതും ഉണ്ട് കേട്ടോ. ബ്ലെൻഡായില്ലേ? ഇതിൽ തന്നെ ഗോൾഡൻ ഷെയ്ഡ് വരുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെയാവുമ്പോൾ ഇതുണ്ടാവില്ല, ബ്രൗൺ ഷെയ്ഡ് ഉണ്ടായിന്ന് വരില്ല. ഞാൻ പറഞ്ഞില്ല 9 തരത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നോക്കുക നമുക്ക് ഏത് ഷെയ്ഡാ വേണ്ടതെന്ന്. നമുക്ക് ഉണ്ടാവുമല്ലോ ഇന്ന ഷെയ്ഡ് എന്തായാലും നിർബന്ധമായിട്ട് വേണം, ആ രീതിയിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ വേണമെങ്കിൽ അതിൽ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. എന്തായാലും ഈ ഐഷാഡോ പാലറ്റ് കിടുവാണ് കേട്ടോ. 9 ഷെയ്ഡ്സ് ഉണ്ട്. അതിനകത്ത് മിക്കവാറും എല്ലാതും ഇതാവാനാണ് ചാൻസ്, ലൈക്ക് മാറ്റ് ഷെയ്ഡ്സ് ആവാനാണ് ചാൻസ്. 1, 2, 3 ആവും ഷിമറി ഷെയ്ഡ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ മിറർ ഇല്ല, ആൻഡ് ദാറ്റ്സ് ഫൈൻ. അതത്ര കുഴപ്പമില്ല. 250 രൂപയ്ക്ക് നമ്മളിങ്ങനെ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. മാക്സിമം ഒരു 250 രൂപയ്ക്കുള്ളിൽ കിട്ടണതാണ്. ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഷെയ്ഡ്സ് ആണ്. ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എവറിഡേ ലുക്കും അതേപോലെ പാർട്ടി ഫംഗ്ഷൻ മേക്കപ്പ് ലുക്കും അങ്ങനെയൊക്കെ ഐഷാഡോ ലുക്കും ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ പോലെ തന്നെയുള്ള പാലറ്റ് ആണ് കേട്ടോ. നിക്കാക്ക പറയും, NK എന്നാണ് പറയണത്. നിക്കാക്കെ അങ്ങനെയാണ് കേട്ടോ ബ്രാൻഡിന്റെ പേര് എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ എന്തോ തെറ്റുണ്ടോ തോന്നുന്നു. എന്തായാലും NK ബ്രാൻഡാണ് കേട്ടോ. ഇത് കണ്ടോ, രണ്ടും ഇരട്ട കുഞ്ഞുങ്ങളെ പോലെ ഉണ്ടല്ലേ. രണ്ടും ഒരേപോലെ തന്നെയില്ലേ കാണാനായിട്ട്. സൈസും ഷേപ്പും ഒക്കെ ഒരേപോലെ ഉണ്ട് കേട്ടോ. ഈ ബ്രാൻഡിന്റെ NK ബ്രാൻഡിന്റെ ഇതില് 3 തരത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒന്ന് ഈ ന്യൂഡാണ്, ഒന്ന് വളരെ കളർഫുൾ ആയിട്ടുള്ളതാണ്, ഒന്നൊരു നിയോൺ ഷെയ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളത് ഒരു സേഫ് സൈഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ന്യൂഡ് ഷെയ്ഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ന്യൂട്രൽ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഷിമ്മറി ഷെയ്ഡ്സ് ആണെങ്കിൽ അതിൽ നോക്കുകയാണെങ്കിൽ ഒരു പിങ്ക്
കോപ്പർ, പിന്നെ ഒരു ഡൾ കോപ്പർ ആയിട്ടുള്ളതുണ്ട്, ബ്രൈറ്റ് കോപ്പർ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഒരു 4 ഷിമ്മർ ഷെയ്ഡും അതേപോലെ തന്നെ 5 മാറ്റ് ഷെയ്ഡ്സും ആണ് കേട്ടോ ഉള്ളത്. 5 ഉണ്ട്, 3 കേട്ടോ. ഒരെണ്ണം ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് ഉണ്ട്, ഹൈലൈറ്റർ ഷെയ്ഡ് ഉണ്ട്, ഒരു വൈറ്റ് ഷെയ്ഡിലായിട്ടുള്ളതുണ്ട്. നമുക്ക് ഇന്നർ കോർണേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നല്ലതാണ് കേട്ടോ. ഒരു 300-350 റേഞ്ചിലുള്ളതാണ്. നല്ല പിഗ്മെന്റേഷൻ ആണ്, ഒട്ടും തന്നെ പാച്ചി ആയിട്ടോ നല്ല വരുന്നത്. നമുക്കിത് എവറി ഡേ യൂസിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും. നമുക്ക് ക്രീസ് ഷെയ്ഡ് ആയിട്ട് ഈ ബ്രൗൺ യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഏർത്തി ഷെയ്ഡ് ഉണ്ട്, അത് നമുക്ക് ക്രീസ് ഷെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ബ്രൗൺ ഷെയ്ഡ് ഔട്ടർ കോർണേഴ്സിൽ ഇടാം. ഏത് ഷിമ്മറി ഷെയ്ഡ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ലിഡിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ബേസ് ആയിട്ട് കൊടുക്കാം, ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം, ബ്രോ ബോൺ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതും എവറി ഡേ ഫംഗ്ഷൻ വെയറിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. നല്ല ബ്രാൻഡാണ്. ഒരു 300-350 റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ക്വാളിറ്റി ഈസ് സോ ഗുഡ്, പിഗ്മെന്റേഷൻ അടിപൊളിയാണ്, ഷെയ്ഡും നന്നായിട്ടുണ്ട്. ഒരു ന്യൂട്രൽ ഏർത്തി ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതും വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ലുക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടുമായിട്ട് മേടിക്കാവുന്നതാണ്. വേണമെങ്കിൽ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു 500 റുപ്പീസ് 550 റുപ്പീസിന് 2 ഐഷാഡോ പാലറ്റ്സ് കിട്ടും. 2 ബ്രാൻഡിന്റെ ആണ്. അങ്ങനെ വേണമെങ്കിലും ആവാവുന്നതാണ് കേട്ടോ. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഈ അടുത്താണ് കേട്ടോ മേടിച്ചത്. എനിക്ക് ഇങ്ങനെ 500 ബിലോ ഉള്ള ഐഷാഡോ പാലറ്റ്സ് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ അടുത്ത് മേടിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഐഷാഡോ പാലറ്റ്സ് ആണ് കേട്ടോ. നല്ലതാ. 9 ഷെയ്ഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതല്ല, നമുക്ക് ഓൾറെഡി തന്നെ ഒരു ന്യൂഡ് പാലറ്റ് ഉണ്ട്, ഇങ്ങനത്തെ ഏർത്തി ന്യൂഡ് പാലറ്റ് ഉണ്ട്. കുറച്ചും കൂടി വൈബ്രന്റ് ആയിട്ടുള്ള നിയോൺ ഷെയ്ഡൊക്കെ വേണമെങ്കിൽ ഇവരുടെ തന്നെ മറ്റേ വേരിയന്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴും നല്ലതാണ്. എനിക്ക് ബ്രാൻഡ് ഇവര് ഭയങ്കര പോപ്പുലർ ആണ് കേട്ടോ ഈ ഐഷാഡോ പാലറ്റ്സിന്റെ കാര്യത്തിൽ. ഈ പെർട്ടിക്കുലർ പാലറ്റ് എസ്പെഷ്യലി നല്ലതാ. ഇത് നൈക്കയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അതൊരു പ്രശ്നമുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്രയിൽ ഇല്ല തോന്നുന്നു. എന്തായാലും നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇത് 3 സ്വിസ് ബ്യൂട്ടി അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എനിക്ക് ബ്രാൻഡിന്റെ നൈക്കയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്റ്റിൽ ഇറ്റ്സ് വർത്ത് 350 റുപ്പീസ് വരെ 400-500 വരെ ആണെങ്കിൽ പോലും ഇത് വർത്ത് ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ബിഗിനേഴ്സിന് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന പാലറ്റ് ആണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്, സൂപ്പർബാണ് കേട്ടോ. അടുത്തത് LA ഗേൾ ബ്രാൻഡിനെയാണ് കേട്ടോ. LA ഗേൾ ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ്. അവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഗെയിൻ കൺസീലർ ആണ് കേട്ടോ. ആദ്യ കാലത്ത് ഞാൻ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ കൺസീലർ ആണ്. കാരണം അവരുടെയിലാണ് ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ കോമ്പാക്ട് പൗഡർ നല്ലതായിരുന്നു. അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡിലുള്ള കോമ്പാക്ട് പൗഡർ അവരുടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് LA ഗേളിന്റെ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിലുള്ളതാണ്. ഇതും ഡിഫറെന്റ് ഷെയ്ഡ്സിലുള്ളതുണ്ട്. ഒരു ന്യൂഡ് ഷെയ്ഡിലുള്ളതുണ്ട്, കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡിലുള്ളതുണ്ട്. അപ്പൊ ഞാനൊരു സേഫ് ആ ഒരു രീതിക്ക് ന്യൂഡും അതേപോലെ തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എവിടെയൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ളത്. ഇപ്പൊ ഈ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ക്രീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതും ക്രീസ് ആണ്, ഇത് ഹൈലൈറ്റർ ആണ്, ഇത് ലിഡ് ആണ്, ഇത് ലിഡ്. ബേസിക്കലി മിഡിലുള്ളത് എല്ലാം മിഡും അപ്പുറത്തും ഇപ്പുറത്തും ക്രീസിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ക്രീസ് പ്ലസ് നമുക്ക് ഔട്ടർ കോർണേഴ്സിലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഹൈലൈറ്റർ ഉണ്ട്. ഹൈലൈറ്റർ ഒരു ബനാന ഷെയ്ഡിലുള്ളതുണ്ട്, അതേപോലെ ഒരു ഷാംപെയിൻ ഷെയ്ഡിലുള്ളതും ഉണ്ട്. ആ രീതിയിൽ നല്ലതാണ് കേട്ടോ. ഇത് 500 ബിലോ നമുക്ക് കിട്ടുന്നതാണ്. ഒരു 400-450 റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. ഈവൻ ദോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 850 ആണ്. പക്ഷേ എപ്പോഴും ഡിസ്കൗണ്ടിൽ ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഡിസ്കൗണ്ടിൽ ഉണ്ടാവും. നല്ലതാണ്. ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുള്ള കാരണം നമുക്ക് വലിയ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ഇതിലത്തെ ഷെയ്ഡ്സ് ഏതെങ്കിലും ക്രീസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ലൈറ്റ് ആയിട്ടൊരു ഷിമ്മർ ഷെയ്ഡ് ഉണ്ട് ക്രീസിൽ ഉപയോഗിക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ട്. യൂഷ്വലി നമ്മൾ അധികം ഷിമ്മർ ഷെയ്ഡ്സ് എസ്പെഷ്യലി ബിഗിനർ ഒക്കെ ആണെങ്കിൽ അധികം ഷിമ്മർ ഷെയ്ഡിലേക്ക് പോകാണ്ടിരിക്കണത് നല്ലത്. അതായത് തിളക്കുള്ള ഷെയ്ഡ്സിലെ ക്രീസ് എന്ന് വെച്ചാൽ ഈ മടക്കില്ലേ, എവിടെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ മടക്കിൽ അധികം നമ്മളിങ്ങനെ ഷിമ്മർ ഷെയ്ഡ്സ് നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അധികം ഇടാണ്ടിരിക്കാൻ നല്ലത്. ബേസിക് ആയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ കോർണേഴ്സിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇടുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ക്രീസിന്റെ അവിടെ ഒരു ഓറഞ്ച് എന്ന് വെച്ചാൽ പക്ക ഓറഞ്ച് അല്ല, ഒരു ബേൺഡ് ഓറഞ്ച്, ഒരു ബ്രൗണും ഓറഞ്ചൊക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡിൽ അതിടുക. ലിഡിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. യൂഷ്വലി നമ്മൾ ഗോൾഡൻ ആണ് പോകാറുള്ളത്. അല്ലെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു ബർഗൻഡി ഷെയ്ഡ് ഇടാവുന്നതാണ്, കോപ്പർ ഷെയ്ഡ് ഇടാവുന്നതാണ്. അങ്ങനെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. 3 ഷെയ്ഡിൽ കാര്യം കഴിഞ്ഞു. ബിഗിനർ ആണ്, ഏറ്റവും ആദ്യം തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ പതിയെ കട്ട് ക്രീസ് ലുക്കും അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഐഷാഡോവിന്റെ കാര്യത്തിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാറില്ല കേട്ടോ. ഈവൻ ലുക്സിനാണെങ്കിൽ പോലും ഒരു 5 ഐഷാഡോ വെച്ചിട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള്
ഭയങ്കര ഒരു ബോൾഡ് അങ്ങനത്തെ ലുക്സ് ഒക്കെ പോകാറുണ്ടല്ലോ, അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നന്നായിട്ട് കാജലും ഐലൈനറും എഴുതാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ആളാണ്. കുറച്ചും കൂടി കളേഴ്സ് ഒക്കെ വേണം, നമുക്ക് ഐഷാഡോ വെച്ചിട്ട് കുറച്ചും കൂടി എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്വിസ് ബ്യൂട്ടി അതേപോലെ നിക്കാക്ക അതിനെക്കാട്ടിലും നന്നാവുക ഈ LA ഗേളിന്റെ ഈ റോസ് ആണ്. ഇതിൽ കുറച്ചും കൂടി ഷെയ്ഡ് റേഞ്ച് ഉണ്ട്, നമുക്ക് കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എഗെയിൻ ഇതിന്റെ പേ ഓഫും നല്ലതാണ്, അങ്ങനെ ഒട്ടും പാച്ചി ഒന്നും അല്ല. ഇതിനും നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ നൈക്കയിൽ നോക്കിയിട്ട് ഏറ്റവും റിവ്യൂ ഉള്ളത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എത്ര റേറ്റിംഗ് ഉണ്ട് എന്നുള്ളത് പറയാം. എല്ലാം ഒരു 4.2 4.5 ആ റേഞ്ചിൽ റേറ്റിംഗ് ഉള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ 3506 റിവ്യൂ ഉണ്ട്, ആളുകൾ എഴുതിയിട്ടുള്ള റിവ്യൂ ഉണ്ട്. അതിനർത്ഥം അത്രയും ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 4.2 ആണ് കേട്ടോ ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഗുഡ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതുമാണ്. അങ്ങനെയും കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഐഷാഡോ ഒക്കെ എത്ര കാലം യൂസ് ചെയ്താലാണ് പാൻ ഹിറ്റ് ആവാന്ന് അറിയില്ല. എനിക്ക് ഇതുവരെ ഒരു ഐഷാഡോ പാലറ്റ് പോലും പാൻ ഹിറ്റ് ആയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ അടിവശത്തേക്ക് കാണുന്ന തരത്തിലേക്ക് ആയിട്ടില്ല. എന്താണോ ഇനി ആവുന്നത്. ഇനി അടുത്തത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കാണിക്കുന്നത്. പിന്നീട് ഞാൻ എന്തായിന്നറിയോ, ഇത് കാണിച്ച് എല്ലാവർക്കും ബോർ അടിക്കണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ തവണ ഗോവയിൽ നിന്ന് വന്നപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണത്തെ ലുക്സിലൊന്നും ഞാൻ ഇതല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഐഷാഡോ ഒക്കെ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടും, സെയിം ലിപ്സ്റ്റിക് തന്നെ ബ്ലഷ് ആയിട്ട് ഇടും, സെയിം ലിപ്സ്റ്റിക് തന്നെ ഐഷാഡോ ആയിട്ടും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഇത് ഉൾപ്പെടുത്താണ്ടിരിക്കാൻ വയ്യ. ഇപ്പോഴും ഞാൻ പറയാം, ഒരു 500 ബിലോ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഐഷാഡോ പാലറ്റ് 500 ബിലോ അല്ല കേട്ടോ, ശരിക്കും ഇത് 250 റേഞ്ചിലൊക്കെ കിട്ടും ഡിസ്കൗണ്ട് സമയത്ത്. ഞാൻ മേടിച്ചിട്ടുള്ളത് 280 റുപ്പീസിനൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. എപ്പോഴും നോക്കിയാൽ മതി, ആമസോൺ നൈക്കൊക്കെ നോക്കിയാൽ മതി, ഡിസ്കൗണ്ട് ഉള്ള സമയം വരുമ്പോൾ മേടിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് കിട്ടുന്നുണ്ട്, ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ടതിലൊന്നും നമുക്ക് ബ്രൗണും അതേപോലെ ഗോൾഡനും രണ്ടും കൂടി അങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഈ മൂന്നെണ്ണത്തിലും. ഇതിലിപ്പോ രണ്ടും ഉണ്ട്. ഗോൾഡൻ അല്ല നമ്മൾ കൂടുതൽ എത്നിക് വെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അപ്പൊ ഇത് രണ്ടും ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു ബർഗൻഡി ഷെയ്ഡ് ഉണ്ട്, ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ട്രാൻസിഷൻ ഷെയ്ഡ് ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാം തികഞ്ഞ ഒരു പാലറ്റാണ് വെറ്റ് ആൻഡ് വൈൽഡ് പാലറ്റ് എന്ന് പറയുന്നത്. എല്ലാ കളേഴ്സും ഉണ്ട്, അത്ര പാച്ചി ഒന്നും അല്ല, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒബ്വിയസ്ലി ഹൈ എൻഡ് ആയിട്ടുള്ള ഐഷാഡോ പാലറ്റ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിന്ന് വരില്ല ഈ കാണിക്കുന്നതൊന്നും. പക്ഷെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ മോശമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി നല്ലതാണ്. 500 ബിലോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ അടിപൊളി. ഇത് കിട്ടുമെങ്കിൽ ഇത് മേടിച്ചോളൂ, അത് തന്നെ ഞാൻ പറയുള്ളൂ. വെറ്റ് ആൻഡ് വൈൽഡ് കിട്ടുമെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള പാലറ്റാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരിപ്പെട്ട വീഡിയോസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച്. ഇത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷമാണെന്ന് തോന്നുന്നു ഓണം മേക്കപ്പ് ലുക്കിൽ ഇതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഗോൾഡൻ ഷെയ്ഡാണ് നമ്മൾ ലിഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ട്രാൻസിഷൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രൗൺ ഷെയ്ഡും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3-4 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് പഴയതാണ് കേട്ടോ, അത് പൊട്ടിപ്പോന്നു. അങ്ങനെ പാക്കേജിങ്ങിന്റെ ക്വാളിറ്റി ഒന്നും അങ്ങനെ അത്ര ഗംഭീരമൊന്നും അല്ല, പക്ഷെ എന്നാലും നല്ല ബ്രാൻഡാണ്, ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡാണ്. ഇതിന്റെ പിന്നിലായിട്ടുണ്ടല്ലോ അവര് 2-3 ലുക്സ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒട്ടിച്ച ഭാഗം എടുത്തു കളഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. ഹോക്ക് മേക്കപ്പ് ഇല്ലേ, ഹോക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ ഈ വെറ്റ് ആൻഡ് വൈൽഡിന്റെ പ്രോഡക്ട്സ് ഭയങ്കര വിലക്കുറവിൽ കിട്ടും. പക്ഷെ ഞാൻ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് മേടിച്ചത്. ഫൈനൽ ഐഷാഡോ പാലറ്റ് എന്ന് പറയുന്നത് മിസ് ക്ലെയറിനെയാണ് കേട്ടോ. മിസ് ക്ലെയർ ഐഷാഡോ പാലറ്റ് ആണ് ഇത്. കംപ്ലീറ്റ്ലി ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ്, എർത്തി ഷെയ്ഡ്സ് ഉള്ള പാലറ്റ് ആണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ബ്രൗൺ ഉണ്ട്, ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് ഉണ്ട്, ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു കോപ്പർ ഷിമ്മറി ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ബീച്ച് ഷെയ്ഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോപ്പർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. 2 തരത്തിലുള്ള ഒരു കോപ്പർ ഷെയ്ഡാണ് ഉള്ളത്. ഇത് ഒട്ടും തന്നെ കളർ ഇല്ലാത്തൊരു പാലറ്റാണ്, കംപ്ലീറ്റ്ലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു എവ്രിഡേ ഷെയ്ഡാണ് ഉദ്ദേശിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഫംഗ്ഷന് പറ്റിയ രീതിയിൽ മാറ്റാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഷാഡോ ജസ്റ്റ് നമ്മുടെ കയ്യിൽ ലിപ്സ്റ്റിക്കോ അതൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ആക്കാവുന്നതാണ്, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഈ ഗ്രേ
ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് കാജൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെച്ചിട്ട് ഡെഫിനറ്റ്ലി നമുക്കൊരു ഐ ലുക്ക് 2-3 ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ക്രീസിൽ ഇടാവുന്ന ഷെയ്ഡ് ഉണ്ട്, അതേപോലെ ഔട്ടർ കോർണേഴ്സിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്, പിന്നെ ലിഡിൽ ഇടാൻ പറ്റിയിട്ടുള്ള 2 ഷിമ്മർ ഷെയ്ഡ് ഉണ്ട്. അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് ലുക്സേ ആവശ്യമുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് പറ്റും. ഇതൊരു 200-250 റേഞ്ചിലുള്ളതാണ്. മിസ് ക്ലെയറിന്റെ ആണ് കേട്ടോ. ഇതാണ് എനിക്ക് തോന്നുന്നു ഇല്ലയിൽ കുറച്ച് ഡള്ളായിട്ടുള്ളത്. പക്ഷെ ഡിഫറെന്റ് ബ്രാൻഡ്സ് എന്നുള്ളതും അതേപോലെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലുള്ളതും വേണമെന്ന് വെച്ചിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. നമ്മൾ പേ ഓഫ് ഉണ്ട് കളറിന്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ തന്നെ കിട്ടുന്നൊക്കെ ഉണ്ട്. സ്വാച്ച് ചെയ്യുമ്പോൾ ഒക്കെ നല്ലതാണ്, പക്ഷെ കളേഴ്സ് ഒന്നുമില്ല. ബേസിക്കലി ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് ഉള്ളത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ലതാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ തോന്നുന്നു അല്ലെ, 3700 ഉണ്ടായിരുന്നു കേട്ടോ റിവ്യൂ എന്ന് പറയുന്നത്. 3771 ഉണ്ട് റിവ്യൂസ് ഉണ്ടായിരുന്നു. 4.4 ആണ് കേട്ടോ അതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറയുന്നത് വെറ്റ് ആൻഡ് വൈൽഡിനാണ് ഏറ്റവും അധികം റിവ്യൂസ് ഉള്ളത്. 8833 ഉണ്ട് കേട്ടോ റിവ്യൂസ് എന്ന് പറയുന്നത്. അത്രയധികം പേര് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്രയധികം പേർക്ക് ഇഷ്ടമായിട്ടുള്ളതാണ്. 4.4 ആണ്. അപ്പം നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ മേടിച്ചു വെച്ചിട്ടുള്ള അതിന്റെ റിവ്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ആണ്. 2ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ സ്വിസ് ബ്യൂട്ടി വരുന്നത് കേട്ടോ. പിന്നെ 3ാമത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം റിവ്യൂസ് ഉള്ളത് LA ഗേളിന്റെ ആണ്. ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 4.2 ഉള്ളൂ. പക്ഷേ ഒരുപാട് പേര് മേടിച്ചിട്ടുള്ളതാണ്. 3500 സംതിങ് അത്രയും പേര് മേടിച്ചിട്ടുണ്ട്. അതാണ് 3ാമത്തെ സ്ഥാനത്തേക്ക് വരുന്നത്. പിന്നെ 4ാമത്തെ എന്ന് പറയുന്നത് NK ബ്രാൻഡിന്റെ ആണ്. ഇതിനും നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ലൈക്ക് 800 സംതിങ് ഉണ്ട്. താരതമ്യേന കുറവാണ്, പക്ഷെ എന്നാലും അത്രയധികം പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 4.4 ആണ് കേട്ടോ റേറ്റിംഗ് ഉള്ളത്. അതും നല്ല റേറ്റിംഗ് ആണ്. മിസ് ക്ലെയറിനാണ് ഏറ്റവും അധികം ആൾക്കാർ പർച്ചേസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. റിവ്യൂസ് കണ്ടിട്ടുള്ളത്. പർച്ചേസ് ചെയ്ത് എല്ലാവരും ഒന്നും റിവ്യൂ എഴുതണം എന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 4.1 ആണ്. അപ്പൊ എനിക്കും എന്റെ ഇഷ്ടത്തിന്റെ കണക്ക് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ് വരിക. ഫസ്റ്റ് വെറ്റ് ആൻഡ് വൈൽഡ്, പിന്നെ നല്ലായിട്ടുണ്ട് അല്ലേ സ്വിസ് ബ്യൂട്ടി, അതുപോലെ തന്നെ അതിനുശേഷം LA ഗേൾ, പിന്നെ NK ബ്രാൻഡ്, അതിനുശേഷം മിസ് ക്ലെയർ. ആ ഒരു രീതിക്കാണ് എനിക്ക് എന്റെ ഇഷ്ടപ്രകാരവും വരുന്നത്. പക്ഷെ നോക്കിയിട്ട് നമുക്ക് എങ്ങനത്തെയാണ് വേണ്ടത് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചാലും മതി. ഇഫ് യു ആർ എ ബിഗിനർ, സ്വിസ് ബ്യൂട്ടി അല്ലെങ്കിൽ വെറ്റ് ആൻഡ് വൈൽഡ് മേടിച്ചോളൂ കേട്ടോ. കുറച്ചും കൂടി കളേഴ്സ് വേണം എന്നാണെങ്കിൽ LA ഗേൾ മേടിച്ചോളൂ. നല്ല ബ്രാൻഡും ആണ്, അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 5 ഐഷാഡോ പാലറ്റ്സ് എന്ന് പറയുന്നത്. നല്ല ബ്രാൻഡ്സ് ആണ്, ഭയങ്കര അഫോർഡബിൾ ആണ്, നല്ല ഷെയ്ഡ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഐഷാഡോ പാലറ്റ്സ് മേടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഐഷാഡോ പാലറ്റ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.